ISRO ചന്ദ്രനിലേക്കോ ചൊവ്വയിലേക്കോ ഏതെങ്കിലും ഒരു ഉപഗ്രഹം അയക്കുമ്പോഴോ DRDO ഏതെങ്കിലും ഒരു പുതിയ മിസൈലോ ആയുധമോ സ്വന്തമാക്കുമ്പോഴോ നമ്മുടെ നാട്ടിലെ സഖാക്കൾ ചോദിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമുണ്ട്: പട്ടിണി മാറുമോ? കേന്ദ്ര സർക്കാർ രാജ്യപുരോഗതിക്കായി ഏതൊരു വലിയ പദ്ധതി കൊണ്ടുവരുമ്പോഴും കേരളത്തിൽ അവശേഷിക്കുന്ന സഖാക്കൾ ഒരു മന്ത്രം പോലെ ഇത് ഉരുവിട്ടുകൊണ്ടേയിരിക്കും: പട്ടിണി മാറുമോ? എന്തായാലും സഖാക്കൾ ഒരു ന്യൂനപക്ഷമാണെന്ന് കരുതി അവരെ ഗൗരവത്തിലെടുക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാരിന് തോന്നിയില്ല. ദശാബ്ദങ്ങളായുള്ള സഖാക്കളുടെ ഈ പരാതിക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ തന്നെ തീരുമാനമെടുത്തിരിക്കുകയാണ് BJP സർക്കാർ. ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ BJP സർക്കാർ പുതിയ അടൽ ക്യാൻറ്റീനുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വെറും 5 രൂപയ്ക്ക് സാധാരണക്കാർക്ക് വയർ നിറച്ച് പോഷക സമൃദ്ധമായ ഭക്ഷണം നൽകുന്ന വിപ്ലവകരമായ ഒരു പദ്ധതിയാണ്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 101ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ആദ്യഘട്ടത്തിൽ 45 ക്യാൻറ്റീനുകൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ആകെ 100 ക്യാൻറ്റീനുകളാണ് നഗരത്തിലുടനീളം വരാനിരിക്കുന്നത്. പാവപ്പെട്ടവന്റെ വിശപ്പറിയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സദ്ഭരണ കാഴ്ചപ്പാടാണ് ഈ പദ്ധതിയുടെയും അടിസ്ഥാനം. പരിപ്പ്, അരി, ചപ്പാത്തി, സീസണൽ പച്ചക്കറികൾ എന്നിവ അടങ്ങുന്ന ശുദ്ധമായ സാത്വിക ഭക്ഷണമാണ് ഇവിടെ വിളമ്പുന്നത്. ഭക്ഷണത്തിന്റെ യഥാർത്ഥ നിർമ്മാണ ചെലവ് 30 രൂപയാണെങ്കിലും 25 രൂപ സർക്കാർ സബ്സിഡിയായി വഹിക്കും. ജനങ്ങൾ 5 രൂപ മാത്രം നൽകിയാൽ മതി. സൗജന്യമായി ഭക്ഷണം നൽകുന്നതിന് പകരം ഈ ചെറിയ തുക ഈടാക്കുന്നത് ഗുണഭോക്താക്കളുടെ ആത്മാഭിമാനം കൂടി കണക്കിലെടുത്താണ്. ദിവസവേതനക്കാർ, തൊഴിലാളികൾ, താഴ്ന്ന വരുമാനക്കാർ എന്നിവർക്കും ഈ ഒരു പദ്ധതി വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. ഓരോ ക്യാൻറ്റീനിലും പ്രതിദിനം 1000-ഓളം പേർക്ക് ഭക്ഷണം നൽകാൻ സാധിക്കും. വെറുതെ ഭക്ഷണം നൽകുക മാത്രമല്ല, അതിന്റെ ഗുണനിലവാരത്തിലും സുതാര്യതയിലും കേന്ദ്ര സർക്കാരിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ മാനുവൽ കൂപ്പണുകൾക്ക് പകരം അത്യാധുനികമായ ഡിജിറ്റൽ ടോക്കൺ സംവിധാനമാണ് ഇവിടെ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അഴിമതി തടയാൻ വേണ്ടി എല്ലാ ക്യാൻറ്റീനുകളിലും CCTV നിരീക്ഷണമുണ്ട്. കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ അടക്കമുള്ള നേതാക്കൾ ക്യാൻറ്റീനിലെത്തി നേരിട്ട് ഭക്ഷണം കഴിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി കഴിഞ്ഞു. FSSAI അംഗീകൃത ലാബുകൾ കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണ സാമ്പിളുകൾ പരിശോധിക്കുകയും ചെയ്യും. ഡൽഹിയിൽ ആരും വിശന്നുറങ്ങരുത് എന്ന ഉറച്ച ലക്ഷ്യത്തോടെയുള്ള BJP സർക്കാരിന്റെ ഈ നീക്കം രാജ്യത്തിന് തന്നെ മാതൃകയാണ്. വലിയ വികസനങ്ങൾക്കൊപ്പം തന്നെ പാവപ്പെട്ടവന്റെ വയറ് നിറയ്ക്കാനും മോദി സർക്കാരിന് അറിയാം എന്നതിന്റെ തെളിവാണ് അടൽ ക്യാൻറ്റീനുകൾ. സഖാക്കൾ ചോദിച്ച പട്ടിണി മാറുമോ എന്ന ചോദ്യത്തിന് ഇതിലും വലിയൊരു മറുപടി ഇനി നൽകാനില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ ക്യാൻറ്റീനുകൾ തുറക്കുന്നതോടെ ഡൽഹിയിലെ സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ പ്രകടമാകും. ഭാരതത്തിന്റെ ഓരോ പൗരനും അഭിമാനിക്കാവുന്ന രീതിയിൽ മോദി സർക്കാരിന്റെ രാഷ്ട്ര സേവനത്തിന്റെ പുതിയൊരു അധ്യായം കൂടി ഇവിടെ തുറക്കപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.